വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുകയും ഇന്ധനവില വീണ്ടും ഉയരാനിടയുണ്ടെന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ KSRTC ഇപ്പോൾ ഇന്ധന ചെലവ് കുറയ്ക്കാനുള്ള പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ്. ഓരോ ബസ്സും കൂടുതൽ ഇന്ധനക്ഷമതയോടെ ഓടിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമം. ഇതിനായി എല്ലാ യൂണിറ്റുകൾക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബസ്സുകൾ ഓടിക്കുമ്പോൾ കൂടുതൽ മൈലേജ് നേടുന്ന ഡ്രൈവർമാരെ കണ്ടെത്തി ആദരിക്കാനും മൈലേജ് കുറവുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകാനുമാണ് തീരുമാനം. KSRTC മാനേജിംഗ് ഡയറക്ടർ ഇതിനുള്ള ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ജീവനക്കാരുടെ അഭിപ്രായം. ഓരോ മാസവും എല്ലാ യൂണിറ്റുകളിലും മികച്ച മൈലേജ് നേടുന്ന ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കണം. അപകടങ്ങളില്ലാതെ സുരക്ഷിതമായി ബസ് ഓടിക്കൽ, യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഇന്ധന ഉപയോഗം എന്നിവയെല്ലാം വിലയിരുത്തിയാണ് മികച്ച ഡ്രൈവർമാരെ കണ്ടെത്തുക. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഡ്രൈവർമാരുടെ പേരുകൾ യൂണിറ്റുകളിൽ പ്രദർശിപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യും. അതേസമയം ഏറ്റവും കുറവ് മൈലേജ് ലഭിക്കുന്ന 10 ഡ്രൈവർമാരുടെ പട്ടികയും തയ്യാറാക്കും. ഇവരെ എടപ്പാളിലെയും തിരുവനന്തപുരത്തെയും പരിശീലന കേന്ദ്രത്തിലേക്ക് അയച്ച് ഇന്ധനം ലാഭിച്ച് ബസ് ഓടിക്കുന്ന രീതികൾ പഠിപ്പിക്കാനാണ് തീരുമാനം. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതും ബസ്സുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതുമാണ് ഈ പരിശീലനം. ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിലെ ഡ്രൈവർമാരെ ഉൾപ്പെടുത്തിയാണ് ഈ വിലയിരുത്തൽ നടത്തുക. മികച്ച ഡ്രൈവർമാരുടെ വിവരങ്ങൾ, മൈലേജ് കണക്കുകൾ, പരിശീലന വിവരങ്ങൾ, ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഫ്യൂവൽ സെല്ലിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നാലെ ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സംസ്ഥാനത്താകെ KSRTCക്ക് 93 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും പ്രതിമാസം 10 ഡ്രൈവർമാരെ പരിശീലനത്തിനായി മാറ്റിവെച്ചാൽ ഏകദേശം 930 ഡ്രൈവർമാർ താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതിനകം തന്നെ ജീവനക്കാരുടെ കുറവ് നേരിടുന്ന പല യൂണിറ്റുകൾക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ആശങ്ക. ഡ്രൈവർമാരെ കൂട്ടത്തോടെ പരിശീലനത്തിന് അയച്ചാൽ സർവീസുകൾ നടത്താൻ ആളില്ലാത്ത സാഹചര്യം ചില സ്ഥലങ്ങളിലുണ്ടാകാം. യാത്രക്കാരെ ബാധിക്കാതെ ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് ചിലരുടെ അഭിപ്രായം. മറ്റൊരു പ്രധാന പ്രശ്നം ബസ്സുകളുടെ സാങ്കേതിക അവസ്ഥയാണ്. KSRTCയിലെ നിരവധി ഓർഡിനറി ബസ്സുകളിൽ ഇപ്പോഴും ഓഡോമീറ്റർ ശരിയായി പ്രവർത്തിക്കുന്നില്ല. ചില ബസ്സുകളിൽ സ്പീഡോമീറ്ററും ഇല്ല. ബസ് എത്ര ദൂരം ഓടിയെന്ന കൃത്യമായ കണക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ മൈലേജ് എങ്ങനെ കൃത്യമായി അളക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതോടൊപ്പം 15 വർഷം സേവന കാലാവധി കഴിഞ്ഞിട്ടും സർക്കാർ പ്രത്യേക അനുമതി നൽകി സർവീസിൽ തുടരുന്ന നിരവധി പഴയ ബസ്സുകളും KSRTCയിലുണ്ട്. പുതിയ ബസ്സുകളും പഴയ ബസ്സുകളും ഒരേ രീതിയിൽ ഇന്ധനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് എത്രത്തോളം നീതി ഉള്ളതാണെന്ന കാര്യത്തിലും സംശയമുണ്ട്. പഴയ ബസ്സുകൾക്ക് സ്വാഭാവികമായും കൂടുതൽ ഇന്ധനം വേണ്ടിവരാം. ആയതിനാൽ എല്ലാ ഡ്രൈവർമാരെയും ഒരേ മാനദണ്ഡത്തിൽ വിലയിരുത്തുന്നത് പ്രായോഗികമല്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. സാധാരണയായി ഒരു ബസിന്റെ മൈലേജ് കണക്കാക്കുന്നത് നിറച്ച ഡീസലിന്റെ അളവും ബസ് ഓടിയ ദൂരവും താരതമ്യം ചെയ്താണ്. എന്നാൽ ഓഡോമീറ്റർ ഇല്ലാത്ത ബസ്സുകളിൽ ഓടിയ ദൂരം എങ്ങനെ കണ്ടെത്തും എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചിലപ്പോൾ ഡ്രൈവർ പറയുന്ന ദൂരമോ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ദൂരമോ ആശ്രയിക്കേണ്ട സാഹചര്യം വരാം. ഇത് കൃത്യമായ കണക്കുകൾ ലഭിക്കാൻ തടസ്സമാകുമെന്നാണ് ആശങ്ക. ഇന്ധന വിതരണം സംബന്ധിച്ചും ചില പ്രശ്നങ്ങളുണ്ട്. എല്ലാ യൂണിറ്റുകൾക്കും സ്വന്തം ഡീസൽ പമ്പുകളില്ല. ചില യൂണിറ്റുകൾ സർവീസിനിടയിൽ മറ്റ് ഡിപ്പോകളിൽ നിന്നാണ് ഡീസൽ നിറയ്ക്കുന്നത്. ഒരു ദിവസം പല സ്ഥലങ്ങളിൽ നിന്ന് ഡീസൽ നിറയ്ക്കുന്ന സാഹചര്യത്തിൽ ആ ബസിന്റെ കൃത്യമായ ഇന്ധന ഉപയോഗം എങ്ങനെ കണക്കാക്കുമെന്നതിനെ കുറിച്ചും ഉത്തരവിൽ വിശദീകരണമില്ല. ഇന്ധന ചെലവ് കുറയ്ക്കുകയും കൂടുതൽ കാര്യക്ഷമമായ സർവീസുകൾ നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യം നല്ലതാണെന്നാണ് ജീവനക്കാരും സമ്മതിക്കുന്നത്. എന്നാൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിലത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നാണ് അവരുടെ ആവശ്യം. പഴയ ബസ്സുകൾ, ജീവനക്കാരുടെ കുറവ്, സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാതെ മൈലേജ് മാത്രം അടിസ്ഥാനമാക്കി ഡ്രൈവർമാരെ വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനാൽ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള KSRTCയുടെ പുതിയ നീക്കം ശ്രദ്ധ നേടുമ്പോഴും അതിന്റെ പ്രായോഗികമായ നടപ്പിലാക്കൽ രീതിയും സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.